വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾ കണ്ടുപിടും 2 ഫ്രണ്ട്സ്? എനിക്ക് ഇവനെ കാണുമ്പോൾ എനിക്കുണ്ടാകാറില്ല സത്യം. പക്ഷെ നിങ്ങൾ എന്തിനാ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഞാനാണ് സ്റ്റാർ നിന്റെ ഏതെങ്കിലും പടം ഓടിയിട്ടുണ്ടോ ചോദിച്ചു? അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പെട്ടെന്ന് ഓവർനൈറ്റ് ഇവന്റെ ഇതൊരു 2 പടം ഓടിയില്ല, 2 പടം ഓടി. ഈ പുച്ഛം ഇതിനെ ഡിപ്പെൻഡ് ചെയ്യാനാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടി നിൽക്കുന്നത്. 2-3 പടങ്ങള് ഹിറ്റായി. അത് ആ സംവിധായകരുടെ കഴിവും ആ കഥയുടെ ഒരു പിൻബലത്തിലൊക്കെ ആ സിനിമ ഓടി. പക്ഷെ ഇവന് റേഞ്ച് ഇല്ല ഒരു നടൻ എന്നുള്ള രീതിയിൽ. എല്ലാം നോക്കിക്കോ, എല്ലാം സെയിം പെർഫോമൻസ്, എല്ലാം എന്റെ റോൾ ഇവന് കൊടുക്കണ്ടേ. ഇവന് ഒരേപോലെ എല്ലാ പടത്തിലും അഭിനയിച്ചിട്ട് ഇവന്റെ ഒരു പടം ഹിറ്റ് ആവുന്നില്ല. എന്റേത് ഹിറ്റാവെങ്കിലും ചെയ്തിട്ടുണ്ടല്ലോ, അപ്പൊ ഒരു വ്യത്യാസമായില്ലേ. പക്ഷെ ഇതിന് ജാനമല്ലിന് മുന്നേയും ഇവന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അതിന് മുന്നേയും സിനിമയിൽ അഭിനയിച്ചിരുന്നു. അതൊന്നും സത്യം ഇവനില്ല ലക്ക്. വിശാഖ് ഇവര് എങ്ങനെയാണ് കൊണ്ട് നടന്നത് 46? ഞങ്ങൾക്ക് പേയ്മെന്റ് ഒന്നും ഇല്ലല്ലോ. കഷ്ടപ്പെടുത്തിയില്ലേ? വിനീത് അവിടെ ഇരിക്കുന്നുണ്ട്. 2 കോടി രൂപ വാങ്ങിക്കുന്ന ഇവൻ ഇത്ര ചുമ്മാ 3 കോടി വാങ്ങിക്കുന്ന ഞാൻ 30 ലക്ഷം. 10% സാലറിയിലാണ് നമ്മള് അല്ലേ. പിന്നെ കാര്യങ്ങളൊക്കെ നമ്മള് ഷൂട്ട് ചെയ്ത സ്ഥലത്ത് തന്നെയാണ് മൂന്നാറിലെ ലോഡ്ജ് സെറ്റപ്പിലാണ് ഞങ്ങള് താമസിപ്പിച്ചത്. അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. വേറൊരു സ്റ്റാർസ് നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാമോ? ഒരിക്കലും പറ്റത്തില്ല. നമ്മളാരും പരാതി അല്ല, ഈ സിനിമയിൽ ഞാൻ വിനീതിനെ സോളോ ഇന്റർവ്യൂ ചെയ്തു. അദ്ദേഹത്തിന് പിന്നെ ഇത് കേൾക്കാൻ വേണ്ടി അവിടെ വെച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ, ആക്ഷനും കട്ടും പറയാൻ. അതായത് ഇത്രയധികം പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ലിറിസിസ്റ്റും ആക്ടേഴ്സും സിംഗേഴ്സും ഒക്കെ ഒരുമിച്ച് അഭിനയിച്ച ഒരു സിനിമയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടതിനെ എനിക്കറിയാം, വിനീതിന് എല്ലാവർക്കും ഒരു സ്പേസ് നിങ്ങൾക്ക് തന്നല്ലോ ആക്ടർ എന്ന നിലയിൽ. അപ്പൊ ഇതിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോമ്പിനേഷനും ഒക്കെ ഉണ്ടല്ലോ. എവിടെ നിന്നായിരുന്നു വർഷങ്ങൾക്ക് ശേഷം മനസ്സിൽ കൂടാൻ കാരണം? ഞങ്ങൾ ആ ക്യാരക്ടർ മാത്രം, നമ്മൾ എന്താണോ ആ സാധനം എന്താണ് അത് രാവിലെ ഡയറക്ടർ പറയും. എന്റെ മനസ്സിൽ ഇവനേക്കാൾ നന്നായിട്ട് ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് പറ്റിയിട്ടില്ല. ശ്രമിച്ചു. അതെ, താങ്കളുടെ ക്യാരക്ടർ താങ്കൾ ഭയങ്കര കണ്ടിന്യൂറ്റി ഒക്കെ പഠിച്ചു വന്ന് ഭയങ്കരമായിട്ട് ഡയറക്ടറോടും താങ്കൾ പറയാം ഇതങ്ങനെയല്ലോ അങ്ങനെ പറയണ്ടേ എന്നൊക്കെ ചോദിച്ചില്ലേ? അങ്ങനെ ചോദിച്ചു. ഒന്നും എടുത്തില്ല, ഒക്കെ റിജക്ട്. ഇവൻ ആകെ 3-4 ഡയലോഗ് ആയിട്ടേ ഉള്ളൂ മൊത്തം പടത്തിൽ. 4 ഡയലോഗ്. ഒരു ഫുൾ ലെങ്ത് ഒരു സീനിൽ ഒരു ഡയലോഗ് കൊടുത്തു. അതിവൻ തെറ്റിച്ച് എത്ര ടൈം ഇവ മുമ്പിൽ ഇരിക്കുമ്പോഴേ പറ്റൂല, പതറിപ്പോവും. അതുകൊണ്ടല്ല ഓപ്പോസിറ്റ് കൊഞ്ഞനെ കുത്തി കാണിക്കുക, നിക്കാൻ പറ്റില്ല എന്റെ കൂടെ. എന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഇവൻ. അത് ഞാൻ അംഗീകരിച്ചിരുന്നു. എക്സ്പീരിയൻസിന്റെ കാര്യത്തില് യുവ നടന്മാരിൽ ഇവന്റെ അത്ര എക്സ്പീരിയൻസ് വേറെ ആർക്കൂല. ഇന്റർവ്യൂ കൊടുത്തിട്ട് അത് അത്രയും സിനിമ ചെയ്യുന്നോണ്ടാണല്ലോ അത്ര ഇന്റർവ്യൂ കൊടുക്കണ്ടായിരുന്നു അല്ലേ. വിനീതിനൊക്കെ പറഞ്ഞു നിങ്ങൾ എല്ലാരും അദ്ദേഹത്തിന് നല്ലോണം കഷ്ടപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി കോൺട്രാക്ട് എടുത്ത പോലെയായിരുന്നു. ഞാൻ വിളിച്ചിരുന്ന ബിൽഡിംഗ് കോൺട്രാക്ട് രാവിലെ വരും. നമ്മളെ DOP ഉണ്ട്, അവൻ രാവിലെ വന്നിട്ട് എന്നോട് സേട്ടാ കിതർ കാം കിതർ കാം എന്നാ അങ്ങനെയായിരുന്നു. മൊത്തം സിനിമ ഈ ലൊക്കേഷനിൽ വെച്ച് ഏറ്റവും ബുദ്ധിയും ഇന്റലക്ച്വാലിറ്റിയും എല്ലാം തികഞ്ഞത് ധ്യാനിന് മാത്രമേ ഉള്ളൂ അല്ലേ? അങ്ങനെ വെച്ചാൽ ചിലപ്പോ ഞാൻ കഥ കേട്ടപ്പോ ആദ്യമായിട്ട് ചേട്ടൻ വന്ന് കഥ പറഞ്ഞല്ലോ, വീട്ടിൽ തന്നെയാണല്ലോ എല്ലാവരും. അപ്പൊ എന്താ പറഞ്ഞ ആദ്യം വിനീതിനോട്? ഞാനോ എന്നോട് ഫസ്റ്റ് ഹാഫ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കുറച്ച് സജഷൻസ് ഒക്കെ പറഞ്ഞു. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ചേച്ചി, ഞാൻ ഇത്ര പടങ്ങൾ ചെയ്തിട്ട് വരുന്ന. അപ്പൊ അത് എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറഞ്ഞു, നമ്മള് നല്ല ചീത്തയൊക്കെ പറഞ്ഞല്ലോ പുള്ളി. അപ്പൊ ആദ്യം അത് ഇതാക്കാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. കാരണം കൂടെയുള്ള ആൾക്കാരൊക്കെ നല്ലത് പറഞ്ഞതിന് ശേഷം കൂടെയുള്ള ആൾക്കാർ, അതിനകത്ത് പടത്തിലൊരു ഡയലോഗ് ഉണ്ടല്ലേ, കൂടെയുള്ള ആൾക്കാർ വാഴ്ത്തിപ്പാടിയപ്പോ അതിൽ കരടവയായി പോയി. പക്ഷെ ഞാൻ അതിന്റെ തെറ്റുകുറ്റങ്ങൾ എടുത്ത് പറഞ്ഞപ്പോഴേക്കും മനസ്സിലായി അത് അങ്ങനത്തെ സീന് വരെ ആഡ് ചെയ്തു. രണ്ടെണ്ണേ പറഞ്ഞുള്ളൂ. കുറച്ചുകൂടെ സമയം കൊടുത്തിരുന്നെങ്കിൽ സിനിമ തന്നെ.
അവിടെ കിടന്ന് വിനീത് തലകുത്തി പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ പിന്നെ